പവിത്ര സീരിയലിന്റെ 18ാമത്തെ എപ്പിസോഡാണ്. അവിടെ കുറെ ആൾക്കാര് ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അതിലൊരു ചെറുക്കനെ ഒരാൾ നിർബന്ധിച്ച് ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിക്കുമ്പോ വേറൊരാൾ പറയും, അവന് ഉപയോഗിക്കണ്ട, ഇതിന്റെ സുഖം അവൻ അറിയണ്ട. പക്ഷേ നീ ഇത് പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞത് വളരെ മോശമായി പോയി. അവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, സ്കൂൾ പിള്ളേരാണ്. ഞങ്ങൾ ഇവനോട് പറഞ്ഞതാ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയരുതെന്ന്. അപ്പോഴേക്കും ആ മേൽത്തലവൻ വന്നിട്ട് പറയും, നീ ഇത് വലിക്കണ്ടായിരുന്നോ, പക്ഷെ പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്നതുകൊണ്ട് നീ ഇത് വലിച്ചേ തീരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അത് ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കാട്ടോ. വേണ്ട എന്നൊക്കെ അവനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ വേറൊരാൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര പൂജലാട്ടോ. ആണ്ടവാ മുരുക ഗുരുവരപ്പ കാപ്പാത്തുങ്കോ എന്ന് പ്രാർത്ഥിച്ചിരിക്കട്ടോ. അപ്പോഴായിരിക്കും ഈ ശബ്ദം കേട്ട് ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കും. മനുഷ്യനെ കുറച്ചു നേരം സമാധാനത്തിൽ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ചെല്ലും. എന്താടാ ഇവൻ ഇങ്ങനെ കിടന്ന് കാറുന്നത്? മറ്റവൻ പറയും, ഇവനിത് വേണ്ടാന്ന്. അപ്പൊ അയാൾ വന്നിട്ട് വെക്കും, എന്താടാ മോനെ, എന്താ നിനക്ക് വേണ്ടാത്തത്? അപ്പൊ ആ ചെറുക്കൻ പറയും, എന്നെ വിടണം, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. എടാ മോനെ, അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണ്ടേ? ഈശ്വരൻ സഹായിച്ച് കുറച്ച് മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കണ്ടേ? അതിൽ കുറച്ച് ആൾക്കാര് സന്തോഷത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. അവരൊക്കെ ഒറ്റന്ന് പറഞ്ഞാൽ നാടിന് ഒറ്റുന്നതിന് തുല്യല്ലേ മോനെ? എന്നെ വിട് സാറേ, എനിക്ക് വീട്ടിൽ പോണം. പറഞ്ഞു വിടാ മോനെ, നിന്നെ കൊല്ലാനോ ഉപദ്രവിക്കാനോ കൊണ്ടൊന്നല്ല. ഈ അങ്കിൾ അങ്ങനെയുള്ള ആളല്ല എന്ന് പറഞ്ഞ് വേറൊരാളെ വിളിച്ചിട്ട് ഒരു സാധനം എടുക്കാൻ പറയും. ഒരു ഇഞ്ചക്ഷനാട്ടോ ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് വേണ്ട സാറേ. ഫലമായി അത് കുത്താൻ ശ്രമിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് സബ് കളക്ടറുടെ വണ്ടി വരുന്നത്. പോലീസ് വാഹനത്തിന്റെ ശബ്ദം കേട്ട് ആ അങ്കിൾ എന്ന് പറയുന്ന ആളും എല്ലാരും കൂടെ പുറത്തേക്ക് വന്ന് നോക്കാം. അമ്മേ ഭഗവതി, ഷോഫ് ആണല്ലോ. വേദം നല്ല സ്റ്റൈലായി അവിടെ വന്ന് നിൽക്കുമ്പോ അയാൾ പറയും, മേഡം ഇങ്ങോട്ട് വരുന്ന എനിക്ക് അറിയായിരുന്നു. പുറപ്പെട്ടപ്പോ തന്നെ വിവരം കിട്ടി. അപ്പൊ തന്നെ ഞാൻ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വേദയുടെ ഫോൺ റിങ് ചെയ്യുമ്പോ ആ ഫോണും നോക്കിയേ മേഡം, മേഡത്തിനുള്ളതാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ഉദ്യോഗസ്ഥനെ അത് വേദയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഹലോ സർ. മുടിയാതെ സർ, ഇങ്ങ നടക്കുന്നതെല്ലാം ഈ ക്യാമറയില് റെക്കോർഡ് പണ്ണാൻ പോകുക. ശേഷം എഗ്രി പണ്ണോ ഇല്ലയെന്ന് മീഡിയ തീരുമാനിക്കട്ടെ. എല്ലാം റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ഫോൺ കൊടുക്കും. മറ്റയാൾ വയ്ക്കും, അപ്പോ സബ് കളക്ടർ ഒരുങ്ങി തന്നെയാണല്ലേ? ഇയാള് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. വേദ അകത്തേക്ക് കയറി ചെല്ലും. ആ കെട്ടിയിട്ട കുട്ടീനെ അവിടുന്ന് രക്ഷിക്കും. അല്ല മാഡം, ഇവര് ആ ഫ്രണ്ട്സിനെ ആട്ടോ പറയണത്, അവരെയും കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാരെയും കൂട്ടിക്കൊണ്ടു പോകും. ആ ഗുണ്ടയുടെ കൂടെയുള്ള ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവരുണ്ടല്ലോ, ആ ഗുണ്ടകളെ അവിടെ തോക്കിന് മുന്നിൽ ചൂണ്ടി നിർത്തുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും വേദ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ വേദ പോകാൻ ഒരുങ്ങുമ്പോ അയാൾ വേദയുടെ കൈ പിടിക്കുക. അപ്പൊ തന്നെ വേദ തിരിച്ചൊരൊറ്റ അടി വെച്ചു കൊടുക്കും അയാളുടെ മുഖത്ത്. അപ്പോഴേക്കും ഒരാള് മുകളിലേക്ക് വെടിവെക്കും കേട്ടോ. ഒരു ലൈറ്റ് താഴെ വീഴുന്നുണ്ട്. ആ സമയം അങ്ങോട്ട് വേറെയും വണ്ടികൾ വരിക. എക്സൈസ് ആട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ വേദ അവരെ അകത്തേക്ക് വിളിച്ചിട്ട് പറയും, ഗോഡൌൺ മുഴുവൻ സെർച്ച് ചെയ്യണം, മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തിരിക്കണം, എതിർത്താൽ ഷൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് വേദ അവിടെ പോവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും അമ്മയും വീട്ടിലിങ്ങനെ ഇരിക്കുക. അമ്മ നല്ല ടെൻഷനിലാ. വേദയുടെ കാറ് വരുന്ന കേൾക്കുമ്പോ, ശബ്ദം കേൾക്കുമ്പോ തരുൺ ഇങ്ങനെ തലയുയർത്തി നോക്കുന്നുണ്ട്. വേദ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് തരുൺ അവിടെ എത്തിയവർ അറിയണം കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞ ഉടൻ തന്നെ അമ്മയ്ക്കും, എന്ത് പണിയാ മോളെ ചെയ്ത്? എന്താ അമ്മേ? അപ്പൊ തരുൺ ചോദിക്കും, താൻ എന്തിനാ എക്സൈസിനും പോലീസിനെയും കൂട്ടി റെയ്ഡിന് പോയത്? അതിന്റെ ഡ്യൂട്ടി അല്ലേ? അമ്മയ്ക്കും, എന്റെ മോളെ ഇത്രയും റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ? റെയ്ഡ് നടത്താൻ എക്സൈസും പോലീസും ഒക്കെ ഇല്ലേ? സബ് കളക്ടർ നേരിട്ട് ചെല്ലണമെന്നുണ്ട്. തരുൺ എണീറ്റിട്ട് പറയും, ഞാൻ വേദയുടെ ജോലിയിലോ സ്വാതന്ത്ര്യത്തിലോ ഇടപെടുന്നതല്ല. അത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. വേദയ്ക്കും താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഒന്ന് ഇൻഫോം ചെയ്തുകൂടായിരുന്നോ? അപ്പൊ വേദ പറയും, NTPA സെക്ഷൻ 42-43 ആക്ട് പ്രകാരം എന്താണെന്ന് തരുണിന് ഞാൻ പറഞ്ഞു തരണോ? തരുൺ പറയും, ശരിയാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ വേദയ്ക്ക് റെയ്ഡിനുള്ള അധികാരമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ ഇൻഫോം ചെയ്യുന്നതിന് എന്താ തെറ്റ്? എക്സൈസ് കമ്മീഷണർ പോലും എന്നെ വിളിച്ചു ചോദിച്ചു. വേദ അറിയും, എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ 100% സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. മാത്രമല്ല ഒരു കുട്ടിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് റെസ്ക്യൂ റെയ്ഡും വേണമായിരുന്നോ? അറിയിക്കാനോ അനുവാദം കാത്തു നിൽക്കാനോ ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. അതിന് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ അവര് വിവരം അറിഞ്ഞേനെ. ഇതിപ്പോ റെയ്ഡും നടന്നു, ആളുകളെ അറസ്റ്റും ചെയ്തു, അതുപോരെ? തരുൺ പറയും, അത് മതിയോ? അറസ്റ്റ് ചെയ്ത ദേവരാജൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് മുന്നേ ഇറങ്ങിപ്പോയി, അതറിഞ്ഞോ? അപ്പൊ വേദയ്ക്ക് അത് അറിഞ്ഞിട്ടില്ല കേട്ടോ. മുൻപും പലരും അയാളെ റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാ. അപ്പോഴൊക്കെ തൊണ്ടി മുതൽ പാതി വഴി പിന്നിടുമ്പോഴേക്കും അയാളുടെ ഗോഡൌണിൽ തന്നെ തിരിച്ചെത്താറുണ്ട്. വലിയ പുള്ളികളെ കൊടുക്കാൻ നോക്കുന്നത് നല്ലതാ, പക്ഷെ അതിനു മുന്നേ അതിന് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തണം. വെറുതെ എടുത്ത് ചാടിയിട്ട് എന്താ കാര്യം? കുറച്ചു കാലത്തെ തൊഴിലനുഭവം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ഇങ്ങനെ റിസ്ക് എടുക്കുമ്പോ ആലോചിക്കണം. അപ്പൊ വേദ പറയും, പവർ മുഖേന റിസ്ക് എടുക്കുമ്പോൾ സമൂഹത്തിന് ഉണ്ടാവുന്ന നേട്ടം അത് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. അപ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ എന്നും പറഞ്ഞേ വേദയുടെ മോള് വരിക. നിങ്ങൾ എന്റെ റിസ്ക് ഒഴിവാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക, അതാദ്യം പറ. ഇത് കേൾക്കുമ്പോ അമ്മയും തരുണും വേദയും ചിരിക്കുക. തരുൺ ചോദിക്കും, റിസ്കോ? എന്ത് റിസ്ക്? എന്ത് റിസ്ക് എന്റെ മോൾക്കുള്ളത്? അപ്പോ കുഞ്ഞു പറയും, എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല, അതുകൊണ്ടുള്ള റിസ്ക്. ആഹാ എന്ന് പറഞ്ഞു വേദ അപ്പോ ഊരിക്ക് കൈയും വെച്ച് നിൽക്കും. അപ്പൊ അച്ഛന് ശ്രദ്ധയില്ലേ?
ആ കുട്ടി പറയും കുറച്ചുണ്ട്. വേദയ്ക്കും അമ്മ കാരണം മോൾക്ക് എന്ത് റിസ്കാ ഉണ്ടായത്, ഇനി അത് പരിഹരിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മോള് പറയും നാളെ UKG പോകുമ്പോ ആർട്ട് കൊണ്ടുപോകണ്ടേ, അത് റെഡിയാക്കി വെച്ചോ. വേദ പറയും അതൊക്കെ എപ്പോഴേ റെഡിയാക്കി വെച്ചു. എന്നിട്ട് എവിടെ? വേദ പറയും അതൊക്കെ അമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് മേല് കഴുകി വന്നിട്ട് നമുക്ക് നോക്കാം. ഗുഡ് ഗേൾ, എന്നാ വേഗം റെഡി ആവാ. അപ്പൊ പരാതി തീർന്നോ? അപ്പൊ മോളിങ്ങനെ ആലോചിക്കാ എന്താ അച്ഛമ്മ പറയാ. അപ്പോ സേതുമ്മ പറയും പരാതി പിൻവലിച്ചു. പരാതി പിൻവലിച്ചു. ഓ, ഒരു പരാതിക്കാരി എന്ന് പറഞ്ഞേ വേദ അവിടുന്ന് പോകും. അപ്പൊ അമ്മയുടെ പരാതി റെഡിയായി. ഇനി അച്ഛന്റെ പരാതി എന്താ ചെയ്തു തരണ്ടേ? അച്ഛനൊന്ന് വരട്ടിയാ മതി. തരും ചോദിക്കും ആരമ്മയോ? അല്ലല്ല, അമ്മേനല്ല, KG2 മീന ഫിലിപ്പിനെ എന്ന് പറഞ്ഞ സ്കൂളിലെ വിശേഷങ്ങൾ പറയാം. അത്ര പ്രശ്നക്കാരിയാണോ? പോലീസിന്റെ മോളാണെന്ന് പറഞ്ഞപ്പോഴേ അവൾക്കൊരു പുച്ഛം. അത്രേ ഉള്ളൂ, നമുക്കൊരു ചോക്ലേറ്റ് ബാർ മേടിച്ചു കൊടുക്കാം. അപ്പൊ കഴിക്കുമ്പോ പിന്നെ മോളോട് ഭയങ്കര സ്നേഹം. അച്ഛടാ, അങ്ങനെ ഇപ്പൊ അവളുടെ ഇഷ്ടം എനിക്ക് വേണ്ട. മുഖത്ത് 2 ഇടി വെച്ചു കൊടുത്താ അവൾ അതോടെ തീരും. ടീച്ചർ വരാൻ പറയുമ്പോ അച്ഛൻ വന്നാ മതി. നീ ആള് കൊള്ളാലോടി. അപ്പോ സേതുമ്മ വന്നിട്ട് പറയും അച്ഛന്റെ അതേ സ്വഭാവം മോൾക്ക്. ഇതെല്ലാം വേദാത്തുനിന്ന് കേൾക്കുമ്പോ ഒരു വിഷമം. അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛന്റെ എല്ലാ തെമ്മെടുത്തരവും മോൾക്കുണ്ട്. തരുൺ പറയും അതങ്ങനല്ലേ വരൂ, എന്റെ ചക്കര മോളാ. ഈ സമയം വേദ വിക്രമിനെ കുറിച്ച് ആലോചിക്കും. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇടിയുള്ള വിക്രമിന്റെ മകള് തന്നെ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും അമ്മേ എന്ന് വിളിച്ച് കുഞ്ഞങ്ങോട്ട് വരും. ഗൗരി ചോദിക്കും എന്താ അമ്മേ? ഒന്നുമില്ല, ചാർട്ട് റെഡിയാക്കിയത് കാണണ്ടേ മോൾക്ക്. അമ്മ ഒന്ന് റെഡി ആയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് മോളെ ചേർത്ത് പിടിക്കാം. പിന്നീട് കാണിക്കുന്നത് ദേവരാജനെ റിലീസ് ചെയ്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് തരുണ് വരട്ടി വിട്ട ആ ഒരു ആളങ്ങോട്ട് വരിക കേട്ടോ. അവര് സുഹൃത്തുക്കളാ. നഷ്ടം സംഭവിച്ചിടോ. മറ്റേ ആള് പറയും അതിനെന്താ, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇറക്കി കൊണ്ടുവന്നില്ലേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. 30% കോടതിയിൽ എത്തുള്ളൂ, ബാക്കി നിങ്ങളുടെ അടുത്തേക്ക് തിരികെ എത്തും. ബാക്കി നഷ്ടം ആര് തരും? പേടിക്കാത്ത സാർ, കേസ് ഒന്നും വരാതെ, അത് ഞാൻ പാത്തോളാം. ദേവരാജൻ വേറൊരാളെ വിളിക്കും. എന്നിട്ട് വയ്ക്കും ആ സബ് കളക്ടർ പൊണ്ണാര്? ആമാ സാർ, ഡീറ്റെയിൽസ് എല്ലാം കിടച്ചിരിക്കും. അപ്പൊ മറ്റേ ആള് പറയും എന്താ സാർ ഇത്, കളക്ടറുമായിട്ട് ഒരു കോംപ്രമൈസ് ഡിസ്കഷൻ നടക്കാൻ പോകും, അതിന്റെ ഉള്ളില് ഒന്നും എടുത്തു ചാടി ചെയ്യരുത്. ദേവരാജൻ പറയും ശിവന്റെ മേലെ തൊട്ട് സത്യം ചെയ്യൂട്ടോ, അതുവരെ ഞാൻ ഒന്നും ചെയ്യില്ല, കണ്ടിപ്പ പണ്ണമാട്ടെ. ആന അത് മുടിഞ്ച ആണ്ടവാ വേൽമുരുക എന്ന് പറഞ്ഞ അയാൾ ചിരിക്കും. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കാം. പിന്നെ കാണിക്കുന്നത് ഗൗരിമോള് എന്തൊക്കെയോ ഡ്രോയിങ് കളറൊക്കെ ചെയ്യാട്ടോ. വേദ ചാർട്ടെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കട്ടോ. മോളി ചിത്രങ്ങളൊക്കെ കണ്ടോ? ഇത് നോക്കിയാ കഥ പറയേണ്ടത്. അപ്പൊ ഗൗരിക്കും ഇത് നോക്കി എന്താ പറയാ? വേദ പറയും അതൊക്കെ അമ്മ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. എന്താ രാജാവിന്റെ പേര്? വേദ പറയും വിക്രം. വിക്രമോ? വിക്രമാദിത്യ മഹാരാജാവ്. ഈ മഹാരാജാവ് ഒരു ദിവസം ക്ഷേത്ര ദർശനത്തിന് പോയി. അവിടെ അപ്പോ 2 പേരുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അത് തന്റെ മന്ത്രിയുടെ മകളാണെന്ന് അറിഞ്ഞ് വിക്രമാദിത്യന് ദേഷ്യം വന്നു. അത് മുടക്കാൻ ശ്രമിച്ചപ്പോ അങ്ങോട്ട് വന്ന അയൽ രാജ്യത്തെ രാജകുമാരി അത് തടഞ്ഞു. രാജാവും രാജകുമാരിയും തമ്മിൽ വലിയ വഴക്കായി. ഗൗരിക്കും എന്നിട്ട് എന്തുണ്ടായി? രാജാവ് രാജകുമാരിയെ കൊന്നോ? വേദ പറയും രാജാവ് രാജകുമാരിയുടെ കഴുത്തിൽ ബലമായി താലി കെട്ടി. അയ്യോ. വേദ പറയും രാജകുമാരിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. തന്റെ സമ്മതം ഇല്ലാതെ തന്റെ കഴുത്തിൽ താലി കെട്ടിയ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാനായി രാജകുമാരി അവളുടെ രാജ്യത്തു നിന്ന് ഇറങ്ങി. എന്നിട്ട് വിക്രമാദിത്യന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ടോ? വേദ പറയും പാവ രാജകുമാരനോട് രാജകുമാരിക്ക് ഉണ്ടായിരുന്ന ദേഷ്യം പതിയെ പതിയെ മാഞ്ഞുപോയി. അവര് തമ്മിൽ വലിയ ഇഷ്ടത്തിലായി. പക്ഷെ രാജകുമാരിയുടെ ജ്യേഷ്ഠൻ ദുഷ്ടനായിരുന്നു. അയാൾ വിക്രമാദിത്യനെയും രാജകുമാരിയെയും കൊല്ലാൻ അവസരം കാത്തു നടന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ രാജകുമാരിക്ക് ഒരു ഉണ്ണി പിറക്കാറായി. ആ സമയത്തും ദുഷ്ടനായ ചേട്ടൻ വിക്രമാദിത്യനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അയാളെ തന്നെയും കൊല്ലുന്ന അറിഞ്ഞപ്പോ രാജകുമാരി ആ നാട് വിട്ടോടി. കാടും മലയും താണ്ടി വേറൊരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് സുന്ദരിയായ ഒരു കുട്ടിയെ പ്രസവിച്ചു. അയ്യോ, അപ്പൊ രാജാവോ? രാജാവിനെ അവരെല്ലാവരും കൂടെ തടവിലാക്കി. അയ്യോ, അപ്പൊ രാജാവിന് രാജകുമാരിയെയും കുഞ്ഞിനെയും കാണാൻ വരില്ലേ? വേദ പറയും വരും. കുഞ്ഞു വലുതാവുമ്പോ തടവറ തകർത്ത് രാജാവ് വരും. ഗൗരിക്കും രാജകുമാരിയുടെ പേരെന്താ? വേദ പറയും അത് വേതാളം. അപ്പൊ കുഞ്ഞിന്റെയോ? അത് മോൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ആ കുഞ്ഞി കുറുമ്പിയാണോ? അത്യാവശ്യം. അങ്ങനെയാണെങ്കിൽ അനീഷ പിക്ക് എന്നിടാം. ക്ലാസ്സിലെ ഏറ്റവും കുറുമ്പ് അവൾക്കാ. വേദ പറയും അത് വേണ്ട, ആ കുട്ടിക്ക് വിഷമായാലോ? അപ്പൊ മോള് പറയും അപ്പൊ രാജകുമാരിയും മോളും ഇപ്പൊ ഉള്ളത് നല്ല ആളുകളുടെ അടുത്തല്ലേ? പിന്നെ നല്ല ആളുകളുടെ അടുത്താ. അപ്പൊ ദുഷ്ടന്മാർ ഇനിയും പിടിക്കാൻ വന്നാലോ? ഇത് കേട്ടുകൊണ്ട് സേതുമ്മ അങ്ങോട്ട് വന്നിട്ട് പറയും രാജകുമാരിയും കുട്ടിയും എത്തിയിരിക്കുന്നതേ ഒരു ചക്രവർത്തിയുടെ വലിയ കോട്ടയിലേക്കാ. അവിടെ എത്ര കൊടിയ ദുഷ്ടന്മാര് വന്നാലും ചക്രവർത്തി അവരെ ഓടിച്ചു വിട്ടോളൂ. മതിയോ?
അപ്പൊ ആ കുട്ടി തലയാട്ടും. മോൾക്ക് കഥ ഇഷ്ടായോ? ഈ ചിത്രങ്ങളൊക്കെ നോക്കി ക്ലാസ്സിൽ ഉഗ്രനായിട്ട് പ്രസന്റ് ചെയ്യും. മെടുക്കി കുട്ടി, ഇനി നമുക്ക് ഇതൊക്കെ എടുത്തു വെക്കണ്ടേ? ആ കുട്ടി എല്ലാം എടുത്തു വെക്കാൻ തുടങ്ങുമ്പോ വേദ പറയും, അമ്മ എടുത്തു വെച്ചാലോ, മോള് പൊക്കോ. ഓക്കെ എന്ന് പറഞ്ഞേക്ക് ഒരു മോള് താഴേക്ക് ഇറങ്ങി പോകും. വേദ അതെല്ലാം എടുത്ത് അവിടുന്ന് പോവാട്ടോ. അമ്മ ഇങ്ങനെ വേദയെ നോക്കി നിൽക്കാണ്. അവിടെയാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ നെക്സ്റ്റ് ഭാഗമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്